ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോ ബൈഡന്റെ ഭാര്യ അഥവാ അമേരിക്കയിലെ പ്രഥമ വനിതയായിട്ടുള്ള ജിൽ ബൈഡന് ഒരു സമ്മാനം 2023 ജൂണിൽ വൈറ്റ് ഹൗസിൽ നടന്ന അത്താഴത്തിൽ വെച്ച് കൊടുക്കുന്നു. എന്താണ് ആ സമ്മാനമെന്നല്ലേ? ആ സമ്മാനത്തിന്റെ വില കഴിഞ്ഞ ദിവസം രാജ്യമെമ്പാടും ചർച്ചയായി. കോൺഗ്രസ്സുകാരാണ് ഇത് രാജ്യമെമ്പാടും ചർച്ച ചെയ്തത് എന്നുള്ളത് വേറൊരു കാര്യം. നമ്മുടെ നാട്ടിലെ, അതായത് കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ഇതെവിടെ നിന്നാണ് നരേന്ദ്രമോദിക്ക് ഇത്രയും കാശ് എന്ന ബാലിശമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പല രീതിയിലുള്ള പോസ്റ്റുകളുമായി രംഗത്തെത്തുകയും ചെയ്തു. 7.5 ക്യാരറ്റ് വില കൂടിയ വജ്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോ ബൈഡന് സമ്മാനിച്ചത്. ജോ ബൈഡന്റെ ഭാര്യയായിട്ടുള്ള US പ്രഥമ വനിതയായിട്ടുള്ള ജിൽ ബൈഡന് സമ്മാനിച്ചത് എന്നുള്ളത് നമുക്കറിയാം. കശ്മീരിൽ നിന്നും കലാംദാനി എന്നറിയപ്പെടുന്ന പോപ്പിയർ മാഷെ ബോക്സിലാണ് ഈ വജ്രം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിൽ ബൈഡന് സമ്മാനിച്ചത്. ഏറ്റവും വിലയേറിയ സമ്മാനമാണ് ഇത്. ഒരു ഭരണാധികാരി അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം ആണ് ഈ വജ്രം എന്നുള്ളത് വേറൊരു കാര്യം. ഈ വജ്രത്തിൻ്റെ അന്ന് നരേന്ദ്രമോദി കൊടുത്തപ്പോഴുള്ള വില എന്ന് പറയുന്നത് $20,000 ആയിരുന്നു. $20,000 എന്ന് പറയുമ്പോൾ അന്ന് ഇന്ത്യൻ മണിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 16 ലക്ഷം രൂപയാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. പോരാത്തതിന് അതിൻ്റെ കൂട്ടത്തിൽ $6,322 വിലയുള്ള ഒരു ചന്ദനപ്പെട്ടി, ദ 10 പ്രിൻസിപ്പൽ ഉപനിഷത്തുകൾ, പിന്നെ ഒരു പ്രതിമ, എണ്ണവിളക്ക് എന്നിവയാണ് നരേന്ദ്രമോദി ജോ ബൈഡന് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ത്യയുടെ ഈ സമ്മാനത്തെ അവർ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനി എന്തിനാണ് ഈ സമ്മാനം കൊടുത്തത് എന്ന് നിങ്ങൾക്കറിയില്ല, അത് വലിയൊരു സസ്പെൻസ് ആണ്, അത് ഞാൻ വഴിയെ പറയാം. ബൈഡന്റെ സമ്മാനങ്ങൾ നാഷണൽ ആർച്ചീവ്സ് ആൻഡ് റെക്കോർഡ്സ് അഡ്മിനിസ്ട്രേഷനാണ് സാധാരണ കൈമാറുന്നത്. NARA എന്നാണ് അതിനെ പറയുന്നത്. എന്തായിരുന്നാലും ബൈഡന് കിട്ടിയ സകല സമ്മാനങ്ങളും NARAയ്ക്ക് കൈമാറിയപ്പോൾ ഈ വജ്രം മാത്രം ജോ ബൈഡൻ കൈമാറിയില്ല എന്നുള്ളതാണ്, ജിൽ ബൈഡൻ കൈമാറിയില്ല എന്നുള്ളതാണ്. ഔദ്യോഗിക ഉപയോഗത്തിനായി ഇത് ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ വജ്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വജ്രം ഗുജറാത്തിലെ സൂറത്തിലാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഗുജറാത്തിലെ സൂറത്തിൽ ഈ വജ്രം നിർമ്മിച്ച് അവിടെ നിന്നാണ് ഈ വജ്രം നരേന്ദ്രമോദി കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ഈ വജ്രത്തിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ മറ്റു കാര്യങ്ങളും പറയുന്നതിന് മുമ്പേ ഏറ്റവും കൂടുതൽ സമ്മാനം മോദിക്ക് ശേഷം ആരൊക്കെയാണ് അവിടെ കൊടുത്തത് എന്ന് നോക്കാം. 2023 ജൂലൈയിൽ യുക്രൈൻ സമ്മാനിച്ച $14,063 വിലയുള്ള ഒരു സമ്മാനമാണ്. സ്റ്റീൽ ഫ്രാഗ്മെന്റ് ഫോർഗെറ്റ് മീ നോട്ട് ഫ്ലവർ ബ്രൂച്ച് എന്ന് പറയുന്ന ഒരു സമ്മാനമാണ് ഏറ്റവും വില കൂടിയ ഒരു സമ്മാനം എന്ന് പറയുന്നത്. ഒരു കാര്യം ആലോചിക്കണം, യുക്രൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ യുദ്ധത്തിൻ്റെ നടുക്ക് മുച്ചൂട് മുടിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോഴാണ് അവർ ഈ $14,063 സമ്മാനം കൊടുക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ഇതിൻ്റെ പിന്നിലുള്ള ഗിഫ്റ്റ് ഡിപ്ലോമസി എന്താണെന്ന് പറയാം. ഗിഫ്റ്റ് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിപ്ലോമസി, ഒരു നയതന്ത്രം, സമ്മാന നയതന്ത്രം, അങ്ങനെ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഈ ലോക രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിൻ്റെ തലവൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് വെറുതെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയല്ല, ആ രാജ്യത്തിന് നമ്മൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നും ആ രാജ്യത്തിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുകയാണ് എന്നുമുള്ളതിൻ്റെ ഒരു സിമ്പൽ കൂടെയാണ് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരുന്ന ആ സാധനങ്ങളുടെ ഒരു മൂല്യം കണക്കാക്കിയിട്ട് നമ്മൾ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്താറുണ്ട്. അതുപോലെ തന്നെയാണ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഈ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്കും ധാരാളം വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് അതിലും വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ പല രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. നരേന്ദ്രമോദി പല രാജ്യത്ത് പോകുമ്പോഴും സമ്മാനമായി തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയൊക്കെ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇനി ഈ വജ്രത്തിൻ്റെ പ്രത്യേകത, ഈ വജ്രം എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂറത്തിൽ നിർമ്മിച്ചതാണ്. ആ ഒരു സാങ്കേതിക വിദ്യ സൂറത്തിലെ വജ്ര സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചതാണ്. 7.5 ക്യാരറ്റാണ് ഈ വജ്രം. ഹരിത ഊർജ്ജം ഉപയോഗിച്ചാണ് ഈ വജ്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ഗിഫ്റ്റ് ഡിപ്ലോമസി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രൊജക്ട് നാഷണൽ വാല്യൂസ്, അതായത് നമ്മൾ ഒരാൾക്ക് വേറൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, നമ്മളിപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദേശീയത തുളുമ്പി നിൽക്കുന്ന ഒരു സാധനമാണ് അവിടെ കൊടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്, അമേരിക്ക പോലൊരു രാജ്യത്തിന് നമ്മൾ ഈ സമ്മാനം കൊടുക്കുമ്പോൾ ഈ സൂറത്തിൽ നിർമ്മിച്ച ഈ വജ്രമാണെന്നാണ് പറഞ്ഞത്. സൂറത്ത് വജ്രങ്ങളുടെ ഒരു കലവറയാണ് എന്നുള്ള ഒരു അറ്റൻഷൻ അവിടെ കിട്ടും. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദി ഒരു ബിസിനസ് മാൻ കൂടെയാണ്, ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ കൂടെയാണ്. അദ്ദേഹം സൂറത്തിനെ, തൻ്റെ ഗുജറാത്തിൽ സൂറത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള ഒരു ബൂസ്റ്റിംഗ് അവിടെ കിട്ടുകയാണ്. കാരണം ഈ $20,000 എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ
പീനട്സ് ആണ് എന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയൊരു പ്രൊമോഷൻ, അറ്റൻഷൻ സൂറത്തിലെ വജ്രങ്ങൾക്ക്, ബ്രാൻഡുകൾക്ക്, അവിടെയുള്ള സാങ്കേതിക വിദ്യകൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അത് നരേന്ദ്രമോദി അവിടെ മേടിച്ചെടുത്തു. പോരാത്തതിന് നരേന്ദ്രമോദിയുടെ ഈ നയതന്ത്ര ഗിഫ്റ്റ് ഡിപ്ലോമസിയിൽ ഈ വജ്രത്തെ പൊട്ടിച്ച് അല്ലെങ്കിൽ ഈ വജ്രത്തെ കവച്ച് വെച്ച് അതിലും വലിയൊരു ഗിഫ്റ്റ് നൽകാൻ വേറൊരു രാജ്യത്തിനും സാധിച്ചില്ല എന്നുള്ളതും വലിയ കാര്യമാണ്. അതും ഈ വജ്രം ഇപ്പോൾ ലോക വാർത്തകളിൽ ഇടം പിടിക്കുന്നതിന് വലിയ രീതിയിൽ കാരണമായിട്ടുണ്ട്. ഇനി 7.5 ക്യാരറ്റാണ് ഈ വജ്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വർഷമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഹരിത ഊർജ്ജം ഉപയോഗിച്ച് സൃഷ്ടിച്ച വജ്രം എന്നുള്ളത് ഒരു ചുവടുവയ്പ്പാണ്. അതായത് ഇന്ത്യ ഹരിതവും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിലേക്കും നീങ്ങുന്നു എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് എന്നാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സ്വപ്നം കൂടെയാണ് അതെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം $14,063 ഗിഫ്റ്റാണ് കൊടുത്തത് എന്ന്. യുക്രൈൻ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അവർ ആ ഗിഫ്റ്റ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്? കാരണം അമേരിക്കയുടെ സൗഹൃദം അവർക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. അമേരിക്ക ഇല്ലെങ്കിൽ അവർ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് അവർക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. യുക്രൈനിലെ ജനങ്ങൾ യുക്രൈനോട് ചോദിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് അമേരിക്കയ്ക്ക് ഇത്രയും വലിയ സമ്മാനം കൊടുക്കുന്നത് എന്നൊന്നും ചോദിക്കുന്നില്ല. അതിൻ്റെ മിനിമം മര്യാദ അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പല പാർട്ടികൾക്കും അതില്ല. എന്തായാലും ബന്ധം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഗിഫ്റ്റ് ഡിപ്ലോമസിയിലെ രണ്ടാമത്തെ കാര്യം. ഞാൻ ആദ്യം പറഞ്ഞു പ്രൊജക്ട് നാഷണൽ വാല്യൂസ്, നമ്മുടെ ദേശീയത ഊന്നിപ്പിടിക്കുക. രണ്ടാമത് ബന്ധം കെട്ടിപ്പടുക്കുക. മൂന്നാമത് ഒരു രാജ്യവും മറ്റൊരു രാജ്യവുമായിട്ടുള്ള സഖ്യം ശക്തിപ്പെടുത്തുക. ആഭ്യന്തര ബ്രാൻഡുകൾ പ്രോത്സാഹിപ്പിക്കുക. ഇത് ഞാൻ സൂറത്തിൻ്റെ ആ ബ്രാൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞതിനകത്ത് ഈ വിഷയം ഉൾപ്പെടും. അഞ്ചാമത്തെ കാര്യം അഭിനന്ദനം പ്രകടിപ്പിക്കുക. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഗിഫ്റ്റ് ഡിപ്ലോമസിയിലൂടെ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.